നമസ്കാരം. ശബ്ദം ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖല ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് നമ്മൾ എപ്പോഴും അഭിമാനിക്കാറുണ്ട്. എന്നാൽ ഈ തിളക്കത്തിന് പിന്നിൽ ചില ഇരുണ്ട യാഥാർത്ഥ്യങ്ങളുണ്ട്. ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പിൽപ്പെട്ട് കണ്ണീരൊഴുക്കുന്ന സാധാരണക്കാരുടെ ജീവിതങ്ങൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കെ ഹർഷിനയ്ക്ക് ഒടുവിൽ UDF സർക്കാർ സ്ഥിര നിയമനം നൽകി. നീണ്ട 5 വർഷത്തെ ശാരീരിക വേദനകൾക്കും അതിലും കടുത്ത സമരങ്ങൾക്കും ഒടുവിൽ കിട്ടിയ വിജയം. ഹർഷിനയ്ക്ക് ജോലി കിട്ടിയത് വലിയൊരു ജനകീയ വിജയം തന്നെയാണ്, അതിലൊട്ടും തർക്കമില്ല. പക്ഷേ ഇവിടെയാണ് ശബ്ദം ഓൺലൈൻ ചില ഗൗരവമേറിയ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായി ലഭിക്കേണ്ട ഒന്നല്ലേ? ഹർഷിനയുടെ കേസിൽ നമ്മൾ എന്താണ് കണ്ടത്? ശക്തമായ ഒരു ജനകീയ സമരസമിതി രൂപീകരിക്കപ്പെട്ടു. രാഷ്ട്രീയ കൊടിയടയാളങ്ങൾക്കപ്പുറം ദിനേശ് പെരുമണ്ണ, മുസ്തഫ പാലാഴി, ദിനേശ് മണി, നൌഷാദ് തെക്കയിൽ തുടങ്ങിയ നേതാക്കൾ ആ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ചു. അതൊരു വലിയ രാഷ്ട്രീയ സമ്മർദ്ദമായി മാറി. ഒടുവിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നൽകിയ വാഗ്ദാനം പാലിച്ച് UDF സർക്കാരിന് ഹർഷിനയ്ക്ക് നീതി നടപ്പിലാക്കേണ്ടി വന്നു, ജോലി നൽകേണ്ടി വന്നു. എന്നാൽ ഇതേ ദുരനുഭവം ഉണ്ടായ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തോ? ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി 5 വർഷത്തോളം നരകയാതന അനുഭവിച്ച ഉഷ ജോസഫ്. അവർക്ക് എന്ത് കിട്ടി? വീഴ്ച വരുത്തിയ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തതിനപ്പുറം അവരുടെ പുനരധിവാസത്തെക്കുറിച്ചോ അർഹമായ നഷ്ടപരിഹാരത്തെക്കുറിച്ചോ ഈ പുതിയ UDF ഭരണകൂടം എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആർക്കറിയാം. എന്തുകൊണ്ട് ഈ തിരിച്ചു വ്യത്യാസം? ശക്തമായ ഒരു നേതൃത്വത്തിന്റെയോ സമരസമിതിയുടെയോ പിൻബലമില്ലാതെ പോയതാണോ ഉഷ ജോസഫ് ചെയ്ത തെറ്റ്? നിയമപരമായ വഴികളിലൂടെ മാത്രം സഞ്ചരിച്ച, തെരുവിലിറങ്ങി സമരവീര്യം കാണിക്കാൻ ശാരീരിക, സാമൂഹിക, രാഷ്ട്രീയ സാഹചര്യങ്ങളില്ലാതിരുന്ന ഉഷയെപ്പോലെയുള്ള പാവങ്ങൾ വ്യവസ്ഥിതിയുടെ ചുവപ്പ് നാടകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ശക്തമായ സമ്മർദ്ദ ഗ്രൂപ്പുകളും മാധ്യമ ശ്രദ്ധയുമുള്ളവർക്ക് മാത്രം നീതി വേഗത്തിൽ ലഭിക്കുകയും അല്ലാത്തവർ അവഗണിക്കപ്പെടുകയും ചെയ്യുന്നത് ഒരു ആരോഗ്യപരമായ ജനാധിപത്യ സമൂഹത്തിന് ഒട്ടും ചേർന്നതല്ല. ഒരു മെഡിക്കൽ വീഴ്ചയുടെ ഇരയ്ക്ക് നീതി ലഭിക്കാൻ അവർ തെരുവിൽ കിടന്ന് സമരം ചെയ്യണമെന്നും ഭരണമാറ്റം വരെ കാത്തിരിക്കണമെന്നും വരുന്നത് തന്നെ നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ പരാജയമാണ് കാണിക്കുന്നത്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന നിലപാട് ഒരു ജനാധിപത്യ സർക്കാരിന് നാണക്കേടാണ്. ഇത്തരം കേസുകളിൽ ഓരോരുത്തരുടെയും സമരശേഷിയും രാഷ്ട്രീയ സ്വാധീനവും നോക്കി ജോലിയും മറ്റൊരാൾക്ക് അവഗണനയും നൽകുന്ന താൽക്കാലിക പരിഹാരങ്ങളല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. മറിച്ച് വ്യവസ്ഥാപിതമായ 3 പരിഹാരങ്ങളാണ് ആവശ്യം. 1. നഷ്ടപരിഹാര നയം ഏകീകൃതമാക്കുക. ചികിത്സാ പിഴവ് സംഭവിച്ചാൽ ഇരകൾക്ക് അവരുടെ നഷ്ടത്തിന് ആനുപാതികമായ സാമ്പത്തിക സഹായവും സൗജന്യ ആജീവനാന്ത ചികിത്സയും ഉറപ്പാക്കാൻ കൃത്യമായ ഒരു പൊതുമാനദണ്ഡം സ്വീകരിക്കണം. 2. സുരക്ഷാ പ്രോട്ടോകോളുകൾ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉപകരണങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് എല്ലാ ആശുപത്രികളിലും നിർബന്ധമായി പാലിക്കണം. 3. ഫാസ്റ്റ് ട്രാക്ക് മെഡിക്കൽ ട്രൈബ്യൂണലുകൾ. കേസും അന്വേഷണവും വർഷങ്ങളോളം നീണ്ടുപോകാതെ മാസങ്ങൾക്കുള്ളിൽ ഇരകൾക്ക് നീതി ഉറപ്പാക്കാൻ പ്രത്യേക മെഡിക്കൽ ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കണം. ഹർഷിനയുടെ ജോലി നീതിക്ക് വേണ്ടിയുള്ള ഒരു സ്ത്രീയുടെ അചഞ്ചലമായ പോരാട്ടത്തിന്റെ പ്രതീകമാണ്. ഹർഷിനയ്ക്ക് ജോലി നൽകിയ സർക്കാരിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ ആ ജോലി ചൂണ്ടുന്നത് ഇനിയും നീതി കിട്ടാത്ത ഉഷയെപ്പോലെയുള്ള അനേകം മനുഷ്യരുടെ നേർക്കാണ്. അതുകൊണ്ട് ശബ്ദം ഓൺലൈൻ ഈ വ്ലോഗിലൂടെ മുഖ്യമന്ത്രി VD സതീശനോടും ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരനോടും ചോദിക്കുകയാണ്, ഹർഷിനയ്ക്ക് നൽകിയ അതേ നീതിയും പുനരധിവാസവും ഉഷ ജോസഫിനും ഉറപ്പാക്കാൻ ഈ UDF സർക്കാർ തയ്യാറാകുമോ? ഈ ചോദ്യം ഭരണാധികാരികളോട് ചോദിക്കാൻ നമ്മുടെ മാധ്യമങ്ങളും പൊതുസമൂഹവും ഇനിയെങ്കിലും തയ്യാറാകണം. ഭരണകൂടത്തിന്റെ ദാക്ഷിണ്യമല്ല, തുല്യമായ അവകാശമാണ് നീതി എന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.